തൃശൂർ DCC ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെ തട്ടിപ്പ് കേസ്. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്ഥലം വിൽക്കാനുണ്ട് എന്ന പേരിൽ ഇടനിലക്കാരൻ വഴി സമീപിച്ച അഷ്റഫ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് പരാതി. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? അനുജ, 2025 ഏപ്രിൽ 7-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ആശാ സേവ്യറിൽ നിന്ന് ഈ DCC ജനറൽ സെക്രട്ടറി 20 ലക്ഷം രൂപ കൈപ്പറ്റി, സ്ഥലം നൽകാമെന്ന് പറഞ്ഞ് കൈപ്പറ്റി. പിന്നീട് ഈ പണം നൽകാതെ തട്ടിച്ചു, പണവും സ്ഥലവും നൽകിയില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതേ തുടർന്ന് ആശാ സേവ്യർ മാള പോലീസിന് പരാതി നൽകുകയും ഈ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അഷ്റഫ് മാത്രമല്ല, അഷ്റഫിന്റെ കുടുംബാംഗങ്ങളെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഈ കേസെടുത്തിരിക്കുന്നത്. 3 സെന്റ് സ്ഥലവും കെട്ടിടവും ഇടനിലക്കാരൻ വഴി ഡോക്ടർക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ കൈപ്പറ്റുകയായിരുന്നു. പിന്നീട് ഇത് രണ്ടും, അതായത് ഈ കരാർ കാലാവധി സംബന്ധിച്ചൊക്കെ ഒരു ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. പിന്നീട് ഈ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകിയില്ല എന്നുള്ളതാണ് ഇതിൽ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യം. 5 ലക്ഷം രൂപ നൽകി, ബാക്കി 20 ലക്ഷം രൂപ നൽകുകയും ചെയ്തില്ല. ഇതോടുകൂടിയാണ് ഇതിൽ കേസ് നൽകുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഈ മാള സഹകരണ ബാങ്കിൽ, കാർഷിക ബാങ്കിൽ ഈ സ്ഥലത്തിന്റെ പേരിൽ ലോൺ ഉണ്ടായിരുന്നു. ഈ ലോൺ മറച്ചു വെച്ചുകൊണ്ട് സ്ഥലം വിൽപ്പന നടത്തി തട്ടിപ്പ് നടത്താനായിരുന്നു ഒരു ശ്രമം എന്നുള്ളതാണ് ഈ എഫ്ഐആറിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള DCC സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരിക്കുകയാണ് അനുജ. ശരി, തൃശൂരിലാണ് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെയാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യർ പരാതി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.